ഹലോ, നമസ്കാരം. അങ്ങനെ വി ഡി സതീശനും ആള് കളിക്കാൻ ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുത്തുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. സത്യത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഗോതയിലെ ഇപ്പോഴത്തെ സ്റ്റാർ ആരാണ്? അൻവറോ സ്വരാജോ ഒന്നുമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് ചില ദോഷൈക ദൃക്കുകൾ പറയുന്നത്. അജാതി പ്രകടനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. പുള്ളി ഇപ്പോൾ ഫുള്ള് എയറിലാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതലുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ആദ്യം CPM-നോട് വെല്ലുവിളി. പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഇറക്കൂ, സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കൂ, ഇങ്ങനെയൊക്കെയായിരുന്നു വെല്ലുവിളികൾ. അവിടെ തുടങ്ങി മാങ്കൂട്ടത്തിന്റെ പണി പാളുന്ന കാഴ്ച. നിലമ്പൂരിൽ സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിന് CPM ചെക്ക് വെച്ചു. അതോടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ തലയിൽ കൈവച്ചു എന്നാണ് അണിയറ കഥകൾ. ഈസിയായി ജയിച്ചു കയറാവുന്ന മണ്ഡലത്തിൽ സ്വരാജ് വന്നതോടെ കോൺഗ്രസിന് എല്ലാം കടുപ്പമായി. UDF ക്യാമ്പ് തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം മ്ലാനമായിരുന്നു. അതേസമയം CPM ക്യാമ്പ് അതുവരെ ഉണ്ടായിരുന്ന നിരാശ വിട്ടൊഴിഞ്ഞ ആവേശത്തിലുമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ നിലമ്പൂരിൽ CPM വലിയൊരു പ്രകടനം നടത്തി. അവർ ആ പോരാട്ടത്തിന്റെ സൂചനയും നൽകി. രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് എന്തിന്റെ കേടായിരുന്നു എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചത്. നിലമ്പൂരിലെ സ്വരാജിന്റെ സാധ്യത വിലയിരുത്താൻ CPM-നെ പ്രേരിപ്പിച്ചത് മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് ആയിരിക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണം ഇതായിരുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിന് ക്രെഡിറ്റ് എനിക്ക് തന്നതിനകത്ത് സന്തോഷമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ അതിന് ക്രെഡിറ്റ് കൂടി തന്നാൽ മതി. സന്തോഷം. മാങ്കൂട്ടത്തിന് കുറച്ച് ആവേശം കൂടിപ്പോയെന്ന് K മുരളീധരനും പറഞ്ഞു. ചെറുപ്പക്കാരാകുമ്പോ ആവേശം കൂടും. അപ്പൊ ഞാനും ആ പ്രായത്തിലൊക്കെ അതിന്റെ ഇരട്ടി ആവേശം കളിക്കാറാണ്. പിന്നെ CPM-നെയും സ്വരാജിനെയും വിട്ട് അൻവറായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോക്കസ് പോയിന്റ്. അൻവർ തലവേദന ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന ഒരു തലവേദനയും UDF-നല്ല. ആ ഉണ്ടാക്കുന്ന മുഴുവൻ തലവേദനയും LDF-നാണ്. വാർത്ത കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ അൻവർ UDF-നെ തലവേദനയെ അല്ലെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അൻവറിനെ പാതിരാത്രി പോയി കണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ആ ദൃശ്യം ഇതാ. ഗുഡ് നൈറ്റ്. പാതിരാത്രി കൂടിക്കാഴ്ച പുറത്തായപ്പോൾ ജാള്യതയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇങ്ങനെ. അത് പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞ രാഹുൽ അല്ല ശരി. പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞ രാഹുലാണ് തെറ്റ്. പാർട്ടി ശരിയാണെന്ന് പറഞ്ഞ രാഹുലാണ് ശരി. അതെന്താ, എനിക്ക് തെറ്റ് പറ്റാത്ത ആളാണ്. ഒടുവിൽ സാക്ഷാൽ വി ഡി സതീശൻ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാങ്കൂട്ടത്തിനെ അങ്ങ് തള്ളി പറഞ്ഞു. താൻ വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ശാസിച്ചു എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. രാഹുലിന്റെ പ്രവൃത്തിയിൽ കടുത്ത അമർശമാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പങ്കുവച്ചത്. പോകാൻ പാടില്ല. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. മറ്റേ സംഘടനാപരമായിട്ടല്ല. അവനോട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. അത് അയാൾ തന്നെ പോയില്ലേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. KC വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയൊഴിഞ്ഞു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു പാർട്ടിയാണ് ശരിയെന്ന്. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു പാതിരാത്രിയുള്ള അൻവർ സന്ദർശനം? ആ ചോദ്യത്തിന് ഉത്തരമേയില്ല. മാങ്കൂട്ടത്തിനെ കുറിച്ച് അൻവർ നല്ലതാണ് പറഞ്ഞതെങ്കിലും പക്ഷെ പാതിരാ കൂടിക്കാഴ്ച പാഴായി എന്നതല്ലേ സത്യം. നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയ അൻവർ മാങ്കൂട്ടത്തിനെ മറ്റൊരു രീതിയിൽ തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്ന് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോഴും ഞാൻ രാഹുലിനോട് പറഞ്ഞു, ഞാൻ മത്സരത്തിനുണ്ടാവില്ല, ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടേണ്ടവനല്ല, ഞാനിതിന് തീരുമാനമുണ്ടാക്കാൻ ലീഡർഷിപ്പുമായി ആലോചിക്കട്ടെ എന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് പോയ ആ വ്യക്തിയെ മൂലക്കലാക്കിയിട്ട് ഇപ്പൊ പറയാണ് ഇനി വാതിൽ തുറക്കൂല, അടച്ചു. സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രോളുകളിൽ നിറഞ്ഞിരുന്നു. ഇപ്പോൾ അൻവറുമായുള്ള പാതിരാത്രി കൂടിക്കാഴ്ച കൂടി കഴിഞ്ഞതോടെ വീണ്ടും ട്രോളുകളിൽ കൂടുതൽ നിറയുകയാണ്. പകൽ വെല്ലുവിളി, രാത്രി കാലുപിടി എന്ന രീതിയിലാണ് ട്രോളുകൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു പറഞ്ഞ് ഒഴിഞ്ഞാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം ഈ വിധം കൊഴിപ്പിക്കുന്നതിൽ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക് വിസ്മരിക്കാനേ കഴിയില്ല. ആദ്യം വെല്ലുവിളിച്ച് സ്വരാജിനെ എത്തിച്ചു, ഇപ്പോൾ കാല് പിടിച്ച് അൻവറിനെയും ഇറക്കി. അങ്ങനെ സതീശന്റെ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇനിയിപ്പോൾ സതീശനുമായി ഇണങ്ങാൻ കാത്തിരിക്കേണ്ടി വരും. സാധാരണ അങ്ങനെയൊന്നും പിണക്കം വിടുന്ന നേതാവേ അല്ലല്ലോ വി ഡി സതീശൻ. സമീപകാല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതായത് വാളെടുത്ത് വീശി സ്വയം വെട്ടി വീഴ്ത്തപ്പെട്ട അവസ്ഥയിലായിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതാണ്ട് അൻവറിന് സമാനമായ അവസ്ഥ. ഇനി ഏത് വിഷയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറിൽ കയറുക എന്നാണ് CPM അണികളും യൂത്ത് കോൺഗ്രസിലെ തന്നെ മാങ്കൂട്ടത്തിൽ വിരുദ്ധരും കാത്തിരിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കാം. നന്ദി, നമസ്കാരം.